ഇടുക്കിയിൽ വീണ്ടും പാതാളത്തവളയെ കണ്ടെത്തിയിരിക്കുന്നു. IUCN പട്ടിക പ്രകാരമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന പാതാളത്തവളയെയാണ് ഉടുമ്പൻചോല മാവടിയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടയിലാണ് മാവേലിത്തവള എന്നറിയപ്പെടുന്ന പാതാളത്തവളയെ കിട്ടിയത്. പാതാളത്തവള, പന്നിമൂക്കൻ തവള, മഹാബലിത്തവള, മാവേലിത്തവള എന്നൊക്കെയാണ് ഇവൻ്റെ വെളിപ്പേരുകൾ. പർപ്പിൾ ഫ്രോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുവോഗ്ലോസിഡായെ കുടുംബത്തിൽപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഫോസിലായി കണക്കാക്കപ്പെടുന്നു. ഇവയുമായി സാമ്യമുള്ള തവളകൾ മഡഗാസ്കറിലും സെഷേൽസ് ദ്വീപുകളിലുമാണ് ഉള്ളത്. 2003 ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SD ബിജുവും സംഘവും ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് കോതമംഗലം, എരുമേലി, പാലക്കാട്, സൈലന്റ് വാലി, തൃശ്ശൂരിലെ പട്ടിക്കാട്, തമിഴ്നാട്ടിൽ ആനമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തുന്നത്. പ്രായപൂർത്തിയായാൽ ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിൻ്റെ മുഖ്യഭാഗവും ചെലവഴിക്കുന്നത്. മണ്ണിനടിയിലുള്ള ചിതലുകളാണ് മുഖ്യ ആഹാരം. ഉടുമ്പൻചോല മാവടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇലിപ്പുലിക്കാട്ട് സജി ജോസിന്റെ കൃഷിയിടത്തിലാണ് തവളയെ കണ്ടെത്തിയത്. രാവിലെ 10 മണിയായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിൽ പണിയാൻ വന്നു. ആ സമയത്ത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം വെട്ടുമ്പോൾ മണ്ണിന്റെ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. ഞങ്ങൾ റിപ്പോർട്ടർക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന്റെ സാധനത്തിന് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നേരത്തെ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന വന്യജീവി ബോർഡ് ഈ ശുപാർശ തള്ളുകയായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.